പീഡനക്കേസിൽ മുകേഷ് എം.എൽ.എ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വിട്ടയച്ചത്. വിവരങ്ങൾ നൽകാനായി ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, രാവിലെ 10 മണിക്ക് ശേഷമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മുകേഷ് ഹാജരായത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടികൾ പൂർത്തിയാക്കി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയക്കുകയായിരുന്നു. 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. നേരത്തെ പരാതിക്കാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണവും പരിശോധനകളും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് AIG ജി പൂങ്കഴലിയുടെ നേതൃത്വത്തിൽ തീരദേശ പോലീസ് ആസ്ഥാനത്ത്, കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള പോലീസ് ആസ്ഥാനത്ത് മുകേഷിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. നേരത്തെ കഴിഞ്ഞ 28-നാണ് മരട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നതാണ്. മരടിലെ ഫ്ളാറ്റിൽ വെച്ചും ഒപ്പം തന്നെ കാറിൽ പോകുമ്പോഴും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തുടർന്നാണ് മുൻകൂർ ജാമ്യം. ഓഗസ്റ്റ് 28-നാണ് ആദ്യം കേസെടുത്തത്. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, ഒപ്പം തന്നെ ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് പ്രധാനമായും പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സമാനമായ അല്ലെങ്കിൽ അനുബന്ധമായ ചില മൊഴികൾ, തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമാണ് മുകേഷിനോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഈ ആരോപണങ്ങൾക്ക് വിശ്വാസ്യതയില്ല, അനുബന്ധമായ തെളിവുകളില്ല എന്നീ കാര്യങ്ങളായിരുന്നു പ്രധാനമായും മുകേഷ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത്തരം വാദങ്ങൾ മുകേഷ് കോടതിയിൽ ശക്തമായി തന്നെ ഉയർത്തുകയും ചെയ്തു. പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമണം ഉദ്ദേശിച്ചുള്ള അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരുന്നത്. 10 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ മുകേഷിനെതിരെ ഉള്ളത്. എന്നാൽ മുൻകൂർ ജാമ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതി നൽകിയിരിക്കുന്ന മൊഴിയിൽ, പരാതിക്കാരി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതനുസരിച്ച് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളും ഒരുപക്ഷെ മുകേഷിനെതിരെ ഉണ്ടായേക്കും. ജിജീഷ്, അതുപോലെ തന്നെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വിട്ടയച്ചതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ഒരു പ്രശ്നം ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. സിദ്ദിഖ് എവിടെയെന്നുള്ളൊരു ചോദ്യവും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഈ മുകേഷിന് ഒരു കൺസെക്ഷനിലായിരുന്നു ഇത്തരം ഒരു സാഹചര്യം നിലനിന്നിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കോടതിക്ക് മുൻപാകെ ചില സാഹചര്യ തെളിവുകളും മുകേഷും സമർപ്പിക്കുകയുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കാം സിദ്ദിഖും നിലനിന്നത്. എന്നാൽ മുകേഷിന്റെ ഒരു അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ മുറുകുകയല്ലേ ചെയ്യുന്നത്? അഞ്ജന, നടപടികൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരായി വന്നിട്ടുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കൂടുതൽ ശക്തമായ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട പശ്ചാത്തലത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. മൊഴിയിൽ പറയുന്ന തീയതികളിൽ സിദ്ദിഖിന്റെ സാന്നിധ്യം, ലൈംഗിക പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സിദ്ദിഖിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന അനുബന്ധമായ വിവരങ്ങൾ പലതും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യം അവിടെ നിഷേധിക്കപ്പെടുന്നതും തുടർ നിയമ നടപടികളുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക, അപ്പീൽ നൽകുക അടക്കമുള്ള നിയമ നടപടികൾ ആലോചിക്കുന്നതിനുമെല്ലാമായി മുകേഷ് ഈ ഒരു കാര്യത്തിൽ സിദ്ദിഖ് ഇപ്പോൾ ഒളിവിൽ തന്നെ തുടരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അഞ്ജന, പീഡനക്കേസിൽ മുകേഷ് എം.എൽ.എ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് വിട്ടയച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.